FSL വധക്കേസിൽ നിർണായക തെളിവ് എലി കരണ്ട സംഭവം വിചാരണയെ ബാധിക്കില്ലെന്ന് CBI. FSL റിപ്പോർട്ട് നേരത്തെ കോടതി അംഗീകരിച്ചുവെന്ന് വിശദീകരണം. എറണാകുളം CBI കോടതിയിൽ സൂക്ഷിച്ചിരുന്ന കേസിലെ പ്രധാന തെളിവായ രക്തം പുരണ്ട തൂവാലയാണ് എലി കരണ്ടത്. വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, പ്രധാനപ്പെട്ട തെളിവായിരുന്നു, പക്ഷെ അതില്ലെങ്കിലും വിചാരണയെ ബാധിക്കില്ല എന്നുള്ള ആത്മവിശ്വാസമുണ്ടല്ലേ CBIക്ക്? ആ ആത്മവിശ്വാസത്തിനാണ് CBI മുന്നോട്ട് പോകുന്നത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. 2006 CPM-ൽ നിന്ന് NDF-ലേക്ക് മാറിയ ഫസൽ കൊല്ലപ്പെടുന്നത്. പിന്നാലെ CPM പോലീസ് അന്വേഷിച്ച് 2012-ലും അതിന് പിന്നാലെ CBI അന്വേഷിച്ച് അതേ വർഷം അതിനുശേഷം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM-ന്റെ കണ്ണൂർ നേതാക്കളായ കരായ് ചന്ദ്രശേഖരനും കരായ് രാജനടക്കമുള്ള ആളുകൾ പ്രതിയാണ്. കൊടിസുനിയാണ് ഒന്നാം പ്രതി. ഇതിൽ ഏറ്റവും നിർണായകമായി കണക്കാക്കുന്ന ഒന്ന് ഈ ചോര പുരണ്ട തൂവാലയാണ്. അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഫസലിന്റെ രക്തം പുരണ്ട തൂവാല അതൊരു മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടിരുന്നു. അത് പ്രധാനപ്പെട്ട തൊണ്ടിയായി CBI അടക്കം പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇത് ഇന്നലെ വിചാരണ നടപടിയുടെ ഭാഗമായി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ സീൽഡ് കവറിൽ ഉണ്ടായിരുന്ന ഈ തൂവാല എലി കരണ്ടു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത്. അത് പക്ഷേ CBI പറയുന്നത് ചില തിരിമറികൾ നടന്നിട്ടുണ്ടാകാം എന്ന വാദങ്ങളൊക്കെ ഇന്നലെ കോടതിയിൽ പറഞ്ഞെങ്കിലും CBI ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇതിന്റെ FSL റിപ്പോർട്ട്, അതായത് ഇതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൊണ്ടിമുതലില്ല എന്ന് വെച്ച് അത് തിരിച്ചടി ഉണ്ടാക്കില്ല എന്ന വിലയിരുത്തലാണുള്ളത്. പക്ഷെ അത് വിചിത്രമായ സംഭവമാണ്. ഇത്തരത്തിൽ ഒരു കേസിലെ പ്രധാനപ്പെട്ട തെളിവ് ഇങ്ങനെ എലി കരണ്ട് പോയി എന്ന് ലാഘവത്തോടെ പറയുന്നതിന്റെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അസ്ലാം. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാന തെളിവ് എലി കരണ്ടെങ്കിലും അത് വിചാരണയെ ബാധിക്കില്ല എന്നുള്ളതാണ് CBI പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.